ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുനും പൂജയും യാത്ര പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ അക്കാര്യമൊക്കെ വീട്ടിൽ സംസാരിച്ച ശേഷം എത്രയും പെട്ടെന്ന് തന്നെ പോവാം എന്നൊക്കെ അങ്ങ് പ്ലാൻ ചെയ്യണം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ വസന്തനെയും കൂട്ടിയിട്ട് വിശ്വനാഥൻ അച്ഛൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അച്ഛമ്മയും മധു ആൻറ്റിയും ഒക്കെ ഇങ്ങനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ അച്ഛമ്മയൊക്കെ ഇങ്ങനെ വിശ്വനാഥൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഈ വരവിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ, പ്രധാനപ്പെട്ട വല്ല കാര്യവും പറയാനാണോ വന്നത് എന്നുള്ള കാര്യമൊക്കെ അച്ഛമ്മ വിശ്വനാഥൻ അച്ഛനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂജയും വസന്തനും മധു ആൻറ്റിയും ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പോഴത്തേക്കും താഴേക്ക് അർജുനും കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ അർജുനെ കണ്ടപ്പോൾ വരൂ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ഏൽപ്പിക്കാൻ തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എൻ്റെ പൂജമോൾ ഒരുപാട് തരണങ്ങൾ ചെയ്ത ശേഷമാണ് ഇപ്പോൾ പൂജമോൾ ഒന്ന് സ്വസ്ഥതയോട് കൂടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വല്ലാത്ത ശാന്തത എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പൂജമോളെ ഏൽപ്പിക്കാൻ വേണ്ടി കൂടിയാണ് വന്നത് എന്നങ്ങ് പറയട്ടെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിശയിച്ച് നോക്കുകയാണ്. അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ പൂജയോടെ ഏൽപ്പിക്കാൻ കേട്ടോ. ഇത് സ്നേഹസദനത്തിലെ ഡോക്യുമെൻ്റാണ്. ഇത് ഇനി മുതൽ മോൾ വേണം സൂക്ഷിക്കാൻ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ സ്നേഹസദനം ഇനി നോക്കി നടത്തുന്നതും എല്ലാം തന്നെ വസന്തനായിരിക്കും. വസന്തൻ്റെ അമ്മ കൂടി അവിടെ ഉള്ളത് കൊണ്ട് വസന്തൻ ഇപ്പോൾ അവിടെ നിന്ന് വരുന്നത് തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് വസന്തൻ്റെ അമ്മയാണെങ്കിലോ ഇനി അവിടെ നിന്ന് പോവില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി വസന്തനാണ് സ്നേഹസദനം നോക്കി നടത്താനൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ ഇനി കുറച്ച് വിശ്രമത്തിലേക്ക് അങ്ങ് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. എനിക്കിനി കുറച്ച് തീർത്ഥയാത്രകൾ പോകണം, അതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. അപ്പോൾ എൻ്റെ ചുമലിലുള്ള എല്ലാ ഭാരങ്ങളും ഞാൻ ഇറക്കി വെച്ചുകൊണ്ടാണ് ഞാനൊരു തീർത്ഥയാത്രയ്ക്ക് പോകാൻ തീരുമാനിക്കുന്നത് എന്നങ്ങ് പറയട്ടോ. അങ്ങനെ പൂജയുടെ കയ്യിലേക്ക് സ്നേഹസദനത്തിലെ ആ ഡോക്യുമെൻ്റ് അങ്ങ് വിശ്വനാഥൻ അച്ഛൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സ്നേഹസദനത്തിൽ നിന്നും വിശ്വനാഥൻ അച്ഛൻ താൽക്കാലത്തേക്കാണെങ്കിലും തീർത്ഥയാത്രക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് പൂജയ്ക്ക് വല്ലാത്തൊരു വിഷമം വരികയാണ് കേട്ടോ. അങ്ങനെ പൂജ പൊട്ടിക്കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, മോൾ എന്തിനു വിഷമിക്കണം, ഇനിയിപ്പോൾ എല്ലാം മംഗളകരമായി നടന്നില്ലേ, ഇത് അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ്, തീർത്ഥയാത്രക്ക് പോകണം എന്നുള്ള പുണ്യ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സന്ദർശിക്കണം എന്നുള്ളത് അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് മോളെ ഞാൻ പോകുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടി തോന്നുന്ന സമയത്ത് ഞാൻ തിരികെ വരാം എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് കേട്ടോ വിശ്വനാഥൻ അച്ഛൻ പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ സ്നേഹസദനം നോക്കി നടത്താൻ വസന്തനെ ഏൽപ്പിക്കുകയും ചെയ്യാണ്. അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ അവിടെ നിന്ന് പോകുമ്പോൾ പൂജ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ അവർക്കൊക്കെ ഒരു ടാറ്റ് കൊടുത്ത ശേഷമാണ് വസന്തനെയും കൂട്ടിയിട്ട് കാറിൽ അങ്ങ് വിശ്വനാഥൻ അച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ പൂജ കരയുന്നത് കാണുമ്പോൾ അർജുൻ അങ്ങ് വിഷമം വരികയാണ്. അങ്ങനെ പൂജനെ സമാധാനിപ്പിക്കാൻ കേട്ടോ. എന്നിട്ട് പൂജനെയും കൂട്ടി അർജുൻ നേരെ നന്ദൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നന്ദഗോപൻ്റെയും അരുണിമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അരുണിമയെ കാണുമ്പോൾ പൂജ വിശ്വനാഥൻ അച്ഛൻ പോയതിൻ്റെ ആ ഒരു സങ്കടം കൊണ്ട് തന്നെ അരുണിമയെ കാണുമ്പോൾ അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ അരുണിമ സമാധാനപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നന്ദഗോപൻ്റെയും അരുണിമയുടെയും മുന്നിൽ വെച്ച് തന്നെ അർജുൻ പറയുകയാണ്, വിശ്വനാഥൻ അച്ഛന് ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്ന് വെച്ചാൽ ആ സ്നേഹസദനം വലുതായി വളർത്തിയെടുക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ പൂജ നീ വിഷമിക്കാതെ ആ ഒരു സ്ഥാപനം വിശ്വനാഥൻ അച്ഛൻ്റെ ആഗ്രഹം പോലെ വലിയ ഒരു സ്ഥാപനമാക്കി മാറ്റിയെടുക്കണം. അതിനാണ് ഇനി നമ്മൾ ശ്രമിക്കേണ്ടത്. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യവും. അതുകൊണ്ട് അദ്ദേഹം നിങ്ങളെല്ലാം പൊന്നുപോലെ നോക്കി വളർത്തിയതിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഉപഹാരം ഈ ഒരു കാര്യമാണ്. അതുകൊണ്ട് പൂജ നീ വിഷമിക്കാതെ ഇനിയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു തീർക്കാമെന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി ഒരു തീരുമാനമെടുക്കുക എന്നങ്ങ് പറയട്ടെ. അപ്പോൾ നന്ദഗോപനും കൂടെ അർജുൻ്റെ കൂടെ കൂടാണ്. അത് നീ പറഞ്ഞത് വളരെ ശരിയാണ് മോനെ. അതുകൊണ്ട് അദ്ദേഹം ഇത്രയും നല്ല ഒരു സ്ഥാപനം നോക്കി നടത്തിയ ആൾ ഇപ്പോൾ അദ്ദേഹത്തിന് പ്രായവും ആയി. അതുകൊണ്ട് തന്നെ പുണ്യസ്ഥലങ്ങളിൽ പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അദ്ദേഹം മനസമാധാനത്തോടു കൂടി പോയി വരട്ടെ. മോളെ നീ വിശ്വനാഥൻ അച്ഛൻ്റെ ആഗ്രഹം പോലെ ആ സ്ഥാപനം നമുക്ക് നല്ല പോലെ ഉയർത്തി വലുതാക്കി എടുക്കണം. അതിൻ്റെ പേരിലുള്ള കേസും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കുകയും ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് പൂജയെ അങ്ങ് സമാധാനിപ്പിക്കാൻ കേട്ടോ. എന്നിട്ട് അർജുൻ പൂജയെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ
അരുണിമയുടെ നന്ദഗോപൻ്റെയും മുന്നിൽ വെച്ച് തന്നെ അർജുൻ പറയാണ്, വിശ്വനാഥൻ അച്ഛൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ ആ സ്നേഹസദനം നമുക്ക് ഉയരങ്ങളിൽ എത്തിക്കാമെടോ, നീ സങ്കടപ്പെടാതെ എന്നൊക്കെ പറഞ്ഞ് അർജുൻ പൂജയെ അങ്ങ് സമാധാനിപ്പിക്കാൻ കേട്ടോ. അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ പൂജയെ ഈ ഡോക്യുമെൻ്റ് സ്നേഹസദനത്തിൻ്റെ ഡോക്യുമെൻ്റ് കൊടുക്കുന്ന സമയത്ത് ആനന്ദും മാധുരി അമ്മയും ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നീട് അച്ചമ്മയോട് അർജുൻ പറയാണ്, ഞാനും പൂജയും അച്ചമ്മ ഒരു യാത്ര പോവാൻ തീരുമാനിക്കുന്നുണ്ട് എന്നങ്ങ് പറയും. എവിടേക്ക് എന്നങ്ങ് ചോദിക്കുമ്പോൾ അതൊന്നും തീരുമാനിച്ചിട്ടില്ല അച്ചമ്മ, അതുകൊണ്ട് ഞങ്ങളൊരു യാത്ര പോകണം എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ട് അച്ചമ്മയുടെ അഭിപ്രായം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ചമ്മയും മധു ആൻറ്റിയും മാധുരിയമ്മയും ആനന്ദമൊക്കെ അങ്ങ് സമ്മതിക്കുകയാണ്. അങ്ങനെ മധു ആൻറ്റി പറയാണ്, നിങ്ങൾ പോയി വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സമ്മാനവും കൊണ്ടായിരിക്കണം വരേണ്ടത് എന്നങ്ങ് പറയട്ടോ. അത് കേൾക്കുമ്പോൾ പൂജയ്ക്കും അർജുനും കാര്യം മനസ്സിലാവാൻ കേട്ടോ. അപ്പോൾ മധു ആൻറ്റി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാവാണ്. അപ്പോൾ മാധുരി അമ്മ പറയുന്നുണ്ട്, അതെ എനിക്കൊരു പേരക്കുട്ടിയെ തരാനുള്ള മനസ്സോടുക്കനെ ആവണം നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ പൂജയും അർജുനെയും യാത്ര അയക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ പൂജയും അർജുനും യാത്ര പോവാനുള്ള ആ ഒരു തീരുമാനമെടുക്കുകയാണ്. അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.